നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും കർത്താവ് വേഗത്തിൽ മറുപടി അഴക്കട്ടെ. കർത്താവ് കൊണ്ടുവന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ യൂട്യൂബിലൂടെ നമ്മുടെ മറ്റ് ആരാധനയിൽ കടന്നു വരാൻ കഴിയാത്ത പലരും യൂട്യൂബിലൂടെ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ദൈവം അനുഗ്രഹിച്ച് പരിപാലിക്കുമാറാകട്ടെ, കാക്കുമാറാകട്ടെ. ഒരു പ്രത്യേക അറിയിപ്പ് കൂടി ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. വളരെ നാളുകളായി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നമ്മൾ ഇതിൻ്റെ ഒരു CCTV ക്യാമറ നമ്മൾ സെറ്റ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പുറത്തും ഫ്രണ്ടിലും 2 സൈഡും ടോപ്പിലുമൊക്കെ നമ്മൾ CCTV ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആരും പേടിക്കേണ്ട, അകത്തില്ല, പുറത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്ന് ഓർപ്പിച്ചത്, എവിടെ CCTV ക്യാമറ വെച്ചാലും അത് എഴുതി വെക്കണമെന്നാണ്. ഇവിടെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കണമെന്നാണ്. അതുകൊണ്ട് പൊക്കത്ത് പോയി വണ്ടിയൊക്കെ വെച്ച് ആരും വസ്ത്രമൊന്നും അവിടെ നിന്ന് മാറരുത്. കാരണം പഴയ ഓർമ്മയ്ക്ക് നേരെ വണ്ടിയൊക്കെ കൊണ്ട് വെച്ച് മുണ്ടൊക്കെ ഒലിച്ച് കുടഞ്ഞൊക്കെ ഉടുത്തൊക്കെ വരികയാണെങ്കിൽ പിള്ളേർ അവിടെ നിന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള പരാതി വരരുത്. അതുകൊണ്ട് ഞാൻ മുന്നമ്മേ പറഞ്ഞതേ ഉള്ളൂ. മലയാളത്തിലും ഇംഗ്ലീഷും ഒക്കെ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളെപ്പോലുള്ളവർക്ക് വായിക്കാൻ വേണ്ടിയാണ്. അവൻ ഇംഗ്ലീഷ് മാത്രമാണ്, ഞങ്ങൾക്ക് വായിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് 2ലും എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടുണ്ടല്ലേ? വെച്ചിട്ടുണ്ട്. ഇനി എന്ത് വെച്ചാലും വായിക്കാത്തവരുണ്ട്. പിന്നെ എന്ത് ക്യാമറ, ഇതിലും വലിയ ക്യാമറ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവിവേകം കാണിച്ചാൽ അടുത്ത ഡിസ്പ്ലേയിൽ ഇവിടെ തെളിയും. കാരണം അവരുടെ പിള്ളേരുടെ അവിടെ 2 TV വെച്ചിരിക്കുന്നത്. അവരെ അകത്തും പുറത്തും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രീസലോ എന്തുമാകട്ടെ, ചർച്ച ദൈവം ഹൈടെക് ആക്കിക്കൊണ്ടിരിക്കുക. അതെ, കൊച്ചി മാത്രം മെട്രോ ആയാൽ പോരല്ലോ, ചർച്ചും മെട്രോ ആയിട്ടങ്ങ് പ്രീസലോ. എല്ലാ രീതിയിലും കർത്താവ് നമ്മെ വളർത്തട്ടെ. ക്യാമറ വന്നതുകൊണ്ട് വളരുന്നതൊന്നുമല്ല, ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി അതിൽ പിടിച്ചാരും എന്ത് പ്രസംഗിച്ചാലും ഇപ്പോൾ ട്രോളിൻ്റെ ബഹളമാണ്. അതുകൊണ്ട് ഇതൊക്കെ മാധ്യമങ്ങൾ വഴി പോകുന്നത് കൊണ്ട് സ്തോത്രം, വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവസന്നിധിയായിരിക്കാം. ഒരിക്കൽ കൂടി കർത്താവിന് നന്ദി പറയുന്നു. എന്തായിരുന്നു നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വിഷയം? സക്കായി തന്നെയാണല്ലേ? നമ്മൾ തീർന്നായിരുന്നോ? സക്കായി തീർന്നിട്ടില്ല. സ്തോത്രം. ലൂക്കോസ് 19-ാം അധ്യായമാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ലൂക്കോസ് 19 അല്ലേ? ഒന്ന് വായിച്ചേ. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു വാക്യമാണ്, യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. ആര്? സക്കായി. 19-ാം അധ്യായത്തിൽ സക്കായിക്ക് യേശുവിനെ കാണാൻ ഒരു മോഹമുണ്ടായി. എന്തുകൊണ്ട് സക്കായിക്ക് യേശുവിനെ കാണാൻ ഒരു മോഹമുണ്ടായി എന്ന് ഞാൻ 1-2 കാര്യങ്ങൾ ആദ്യത്തെ ആഴ്ച ഞാൻ പറഞ്ഞു. ഒന്ന്, യേശു പറഞ്ഞതായ ഉപമ സക്കായിയെ ഒരുപാട് സ്വാധീനിച്ചു. ചുങ്കക്കാരും പാപികളും ഒക്കെ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയും വചനം കേൾക്കുകയും ചെയ്യുന്നത് കാണുവാനും കേൾക്കുവാനും ഇടയായിത്തീർന്നു. ബർത്തലോമായി കർത്താവ് കുരുട്ട് കണ്ണ് തുറക്കുന്നതും സൗഖ്യമാക്കുന്നതും കാണുകയും അറിയുകയൊക്കെ ചെയ്തത് യേശുവിനെ ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹമുണ്ടായി. പിന്നെ നമ്മൾ പറഞ്ഞത് ചുങ്കക്കാരനായ ലേവിയെ കർത്താവ് എന്താക്കി? ശിഷ്യനാക്കി തിരഞ്ഞെടുത്തു. ഇതും പോരാഞ്ഞിട്ട് ചുങ്കക്കാരും മഹാപാപികളും വേശ്യകളും എല്ലാം യേശുവിൻ്റെ വചനം കേട്ട് രക്ഷിക്കപ്പെടുന്നത് കേൾക്കാനിടയായി. അതിലും വലിയുപരി യോഹന്നാൻ 7:46 യേശു മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു, വ്യത്യസ്തതയുള്ളവനായി. ഈ മനുഷ്യർ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് സേവകർ എന്ന് വെച്ചാൽ അന്നത്തെ പട്ടാളം, അന്നത്തെ മിലിറ്ററിക്കാര് യേശുവിനെ കുറിച്ച് പറയുകയാണ്, ഇവൻ സംസാരിച്ച പോലെ വേറെ ആരും ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. യേശുവിനെ കാണാനും യേശുവിനെ ശ്രദ്ധിക്കാനും യേശുവിൻ്റെ വാക്കുകൾക്കുമൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ പള്ളിയിലെ പ്രസംഗം കേട്ട പലരും ചോദിച്ചിട്ടുണ്ട്, ഇവൻ യൂദ അല്ലെങ്കിൽ മറിയ ജോസഫിൻ്റെ മകനല്ലയോ? ഇവന് തച്ചനല്ല? ഇവൻ ഇത്രയ്ക്ക് ജ്ഞാനം എവിടെ നിന്ന്? അവൻ്റെ വാക്കുകൾ ജ്ഞാനമുള്ളതായിരുന്നു. അടുത്തത്, ഇത്രയും കാര്യങ്ങൾ യേശു എന്താണെന്നും യേശുവിൻ്റെ മഹത്വം എന്താണെന്നും മനസ്സിലായപ്പോൾ നോർമലായിട്ട് ഒരു മനുഷ്യനുണ്ടായതുപോലെ ഒരു ആഗ്രഹം സക്കായിക്ക് യേശുവിനെ എന്ത് ചെയ്യണം? ഒന്ന് കാണണം. കണ്ടാൽ മതിയായിരുന്നു. ഞാൻ സ്തോത്രം, കഴിഞ്ഞ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ ഞാനിങ്ങനെ പറഞ്ഞു, പൗലോസ് പറയുന്നു, ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല. എൻ്റെ മുഖം കാണുകയില്ലെന്ന് പൗലോസ് പറഞ്ഞപ്പോൾ കൂടെ നിന്നവരും അടുത്തു നിന്നവരും പൊട്ടിക്കരഞ്ഞ് പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസിന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ ഉടനെ ജനം ഇത്രയും കരഞ്ഞു. എന്നാൽ നീതിസൂര്യനായ
10,000-ങ്ങളിൽ അതിസുന്ദരനായ കർത്താവിന്റെ മുഖം എത്രയോ ശോഭയേറിയതാണ്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ ഒന്ന് കാണാൻ ഈ മനുഷ്യന്റെ അകത്തുണ്ടായ ആഗ്രഹം, ആമേൻ, ഒരുപാട് തടസ്സങ്ങളായിരുന്നു തന്റെ മുന്നിലുണ്ടായി. തന്റെ മുന്നിൽ യേശുവിനെ കാണാൻ തടസ്സമായി ഉണ്ടായത് ഒന്ന് വലിയ പുരുഷാരമാണ്, 2 തന്റെ പരാജയം, തന്റെ ജീവിതത്തിലെ ബലഹീനത, കുറിയവനാണ്. ആമേൻ. അപ്പോ യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പൊക്കമില്ല. 10,000-ത്തോളം അധികം പുരുഷാരം നിൽക്കുന്നു. ഇതിന് നടുവിലാണ് യേശു തമ്പുരാൻ നിൽക്കുന്നത്. എന്നാൽ താൻ അപകർഷബോധവും കൊണ്ട് നിൽക്കാതെ, തന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ, ബലഹീനത പറഞ്ഞു നിൽക്കാതെ, താൻ അതിനെ ഓവർകം ചെയ്യാൻ ആമേൻ തയ്യാറായി. ഇതായിരുന്നു നമ്മൾ അവസാനം കൊണ്ടുവന്ന് നിർത്തിയത്. ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തി. തടസ്സങ്ങളെ കണ്ടു നിൽക്കുന്നവന് മുന്നേറാൻ കഴിയില്ല. തടസ്സങ്ങളെ അതിജീവിക്കാൻ ഓടുന്നവന് മാത്രമേ മുന്നേറാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയാതെ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നത് 1000 തടസ്സങ്ങളായിരിക്കാം. 1000 തടസ്സങ്ങളെ അതിജീവിക്കാൻ നിങ്ങളുടെ അകത്ത് നിങ്ങൾ എടുക്കുന്ന ഒരൊറ്റ തീരുമാനം മതി 1000 തടസ്സങ്ങളെ നിർമ്മാക്കാൻ എന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. ആമേൻ. ഒരു ദൂതുകൂടി ഞാൻ പറയാം. ആമേൻ. തടസ്സങ്ങൾ എത്ര നിങ്ങളുടെ മുന്നിൽ വരട്ടെ, എന്നോടൊപ്പം നിങ്ങൾക്ക് പറയാമോ, ആ തടസ്സങ്ങളെ എല്ലാം അതിജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ ദൈവം എന്റെ മേൽ പകരാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവജന കരമടിച്ച് ഇന്ന് പകൽ ആരാധിക്കാൻ തുടങ്ങിക്കോ. ഈ അവസാനത്തെ നിമിഷം ഒരു അസാധാരണ ദൈവ പ്രവർത്തിക്ക് സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. നിങ്ങളിൽ തന്നെ അവൻ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളിൽ തന്നെ തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള ദൈവകൃപ ദൈവം നിങ്ങളുടെ മേൽ പകരുമെന്ന് പരിശുദ്ധാത്മാവിൻ ഞാൻ ദൂത് പറയുന്നു. ഹല്ലേലൂയ. ഞാൻ അവസാനം പറഞ്ഞു നിർത്തി. ആമേൻ. ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒന്നുകൂടി പറയാ. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് മുന്നേറാൻ തടസ്സമായി ഉണ്ടത് പുറപ്പാട് 14:15 ചെങ്കടലാണ്. ആ ചെങ്കടൽ വിഭാഗിക്കാൻ ദൈവം മോശയോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: വടി എടുത്തു നീട്ടുക. ആ വടി എടുത്തു നീട്ടിയപ്പോൾ വടിയിൽ വ്യാപരിച്ച ദൈവശക്തിയാൽ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. ഒരു ആമേൻ പറയാമോ? വടിയിൽ വ്യാപരിച്ച ദൈവശക്തിയാൽ. എന്നാൽ രണ്ടാമത് വരുമ്പോൾ ജോഷുവയുടെ പുസ്തകത്തിനകത്ത് യോർദാനായിരുന്നു. യോർദാൻ വന്നപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യ്, വടി എടുക്കേണ്ട പെട്ടകം എടുക്കുക. മോശയ്ക്ക് വടിയാണ് കൊടുത്തതിന് നിങ്ങൾക്കൊരു പെട്ടകം തന്നിട്ടുണ്ട്. സർവ്വഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം നിങ്ങൾ തോളത്ത് വെക്കുക. ആ പെട്ടകത്തിനകത്ത് നിറഞ്ഞ ദൈവ സാന്നിധ്യമുണ്ട്. ആ പെട്ടകത്തിനകത്ത് ശെക്കേനയുണ്ട്. ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന പെട്ടകം നിങ്ങളുടെ തോളത്ത് വെക്കാമെങ്കിൽ ആ തോളിൽ നിന്ന് കിഴിപ്പൊട്ടങ്ങുന്ന ദൈവശക്തിയാൽ, ഉള്ളങ്കാലിൽ വ്യാപിക്കുന്ന ദൈവകൃപയാൽ യോർദാന്റെ ഒഴുക്ക് ദൈവം നിശ്ചലമാക്കും. രണ്ടാമത്തെ കാര്യം ഇതായിരുന്നു. എന്നാൽ മൂന്നാമത് ദൈവം എബ്രായ വിശ്വാസിയോട് പറയുകയാണ്, ആമേൻ, നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുക. മുൻപും പിൻപും നിങ്ങൾ നോക്കരുത്, പുറകിലേക്ക് നോക്കരുത്. ജയിക്കാനാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചതെങ്കിൽ ഏത് പ്രതിസന്ധിയെയും ചാടിക്കടക്കാൻ ഇന്ന് പകൽ ദൈവജനം തയ്യാറായിട്ട് എണ്ണേക്കണം. സ്തോത്രം. ആമേൻ. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ചത്തെ മെസ്സേജ് കഴിഞ്ഞ് എന്നെ ഒത്തിരി പേര് വിളിച്ചു. അതിൽ വിളിച്ചാൽ ഏറ്റവും കൂടുതൽ യൗവനക്കാരാ വിളിച്ചത്. അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾ തകർന്നിരിക്കുകയായിരുന്നു, ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ആകെ ഡെസ്പായിരിക്കുമ്പോഴാണ് ഈ മെസ്സേജ് കേട്ടത്. ഞങ്ങൾ എഴുന്നേൽക്കാൻ ഇടയായി. ഒരു പക്ഷേ ഇതിനകത്തൊരു വിടുതൽ നടന്നില്ലെന്ന് നിങ്ങൾ കരുതരുത്. ഈ ശബ്ദപരിധിക്കകത്ത് ആരൊക്കെ നമ്മെ ശ്രദ്ധിക്കുന്നുവോ അവരുടെ മേലെല്ലാം ഒരു അസാധാരണ ദൈവകൃപ ദൈവം പകരും. കാരണം പുതിയ നിയമത്തിനകത്ത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ അറിയാൻ ഞാൻ പറയാ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തി നിന്റെ അകത്തുള്ളപ്പോൾ ഏത് പരാജയങ്ങളെയോ അവനെ തരണം ചെയ്യാനുള്ള ദൈവത്തിന്റെ കൃപ ദൈവം നിന്റെ മേൽ പകർന്നിരിക്കും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയുക. ആമൻ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് ദൈവത്തെ നോക്കിയിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു, ദൈവമേ, ആമൻ, എനിക്ക് മുന്നേറാൻ താല്പര്യമുണ്ട്. ശരിയാണ്, ഞാൻ ആത്മവിവശതയിൽ കിടന്നപ്പോൾ, ഞാൻ ആത്മവിവശതയിൽ താഴെ വീണ് കിടന്നപ്പോൾ എന്റെ ആത്മാവിനെ അങ്ങ് 3-ാം സ്വർഗത്തോളം കൊണ്ടുപോയി. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ശരീരത്തോടെ അല്ലല്ലോ. ആത്മവിവശതയിൽ ഞാൻ വീണപ്പോൾ എന്റെ ആത്മാവിനെ അങ്ങ് എടുത്ത് 3-ാം സ്വർഗത്ത് കൊണ്ടുപോയി. പക്ഷേ അങ്ങ് ആത്മാവിനെ കൊണ്ടുപോയി. പക്ഷെ എന്റെ ജഡത്തിൽ എനിക്കൊരു വിഷയമുണ്ട്. എന്റെ ജഡത്തിലൊരു ശൂലമുണ്ട്. എനിക്ക് മുന്നേറാൻ കഴിയാതെ എന്റെ ജഡത്തിലെ ശൂലം എന്നെ മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുമ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈ ജഡത്തിന്റെ ശൂലം ഒന്ന് മാറ്റിത്തരണം. അവൻ ഒന്നല്ല 2 വട്ടമല്ല 3 വട്ടം പ്രാർത്ഥിച്ചു ഇത് മാറ്റാൻ. 3-ാമത്തെ പ്രാവശ്യം ദൈവം ഇറങ്ങി വന്നിട്ട് പറയുന്നു, പൗലോസേ, ഒറ്റ ആൻസർ ഞാൻ നിനക്ക് തരാം. ശൂലം അവിടെ നിൽക്കട്ടെ, എന്റെ കൃപ മുന്നോട്ട് പോകാൻ ഞാൻ നിന്റെ മേൽ പകരാൻ പോകുക. തളർന്നിരിക്കുന്ന സഹോദര, ക്ഷീണിച്ചിരിക്കുന്ന സഹോദരി,
ക്ഷീണിച്ചു പോയ ദൈവദാസനെ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നീ എവിടെ ക്ഷീണിച്ചോ, എവിടെ നീ തകർന്നു പോയോ, എവിടെ ഇനി ഒക്കത്തില്ലെന്ന് പറഞ്ഞോ, അവിടെ അവൻ മുന്നേറാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയുടെ വ്യാപാര ദൈവം നിന്റെ മേൽ പകരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത പറയുന്നു. എനിക്കറിയില്ല, ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു, ശാരീരികമായി രോഗമുള്ള ആരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നെങ്കിൽ ആ ശരീരത്തിന്റെ മേൽ ഒരസാധാരണ സൗഖ്യം, ഒരസാധാരണ വിടുതൽ, ഒരസാധാരണ ജീവൻ ഈ പകൽ കൽപ്പിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവജന ആത്മാവിൽ നൃത്തം ചെയ്ത് ഈ പകൽ ആരാധിക്കുക. ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ ഈ പകൽ ദൈവം പകരുകയോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മേൽ പകരുന്ന, അവൻ ഓവർകം ചെയ്യാൻ, അതിജീവിക്കാൻ ദൈവം പകരുന്ന ഒരു ദൈവകൃപയുടെ വ്യാപാരമുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയും, ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഇന്നൊരു ഭയങ്കര കെട്ടം ഇതിനകത്ത് പൊട്ടാൻ പോകുക. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചോ? അവൻ വിശ്വസിച്ചോ? അസാധാരണമായ ഒരു ദൈവ ശക്തി ദൈവം ഇതിനകത്ത് ഈ പകൽ പകരാൻ പോകുക. ആരൊക്കെയോ ഏതൊക്കെയോ വിഷയത്തിനകത്ത് ബന്ധിക്കപ്പെട്ടതുപോലെ ഈ പകൽ ഇരിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചെയ്യാം. ആമേൻ. പൗലോസ് പറഞ്ഞതിന് മറുപടി നിങ്ങൾ കിട്ടിയോ? പൗലോസ് പറഞ്ഞു, എനിക്ക് ജഡത്തിൽ ശൂലമുണ്ട്. ശരി, പക്ഷെ കർത്താവ് പറഞ്ഞു, അതവിടെ ഇരുന്നോട്ടെ, ഞാൻ നിനക്ക് ഒരൊറ്റ ആൻസർ തരാം, എന്റെ കൃപ ഞാൻ നിന്റെ മേൽ പകരും. ഒന്ന് വായിക്കാമോ? വാക്യം എടുക്കാമോ? 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യമെന്ന് എനിക്ക് തോന്നുന്നു. വേഗത്തിലൂടെ എടുത്തവർ വേഗം വായിക്കണം. കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായമാണ്, 4-ാമത്തെ വാക്യം. എന്നാൽ കൃപ 2 കൊരിന്ത്യർ ലേഖനമല്ലേ? അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലെ വാക്യം അല്ലേ? 9-ാം വാക്യം. അത് എന്നെ വിട്ട് മാറേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് പ്രാർത്ഥിച്ചു. എത്ര വട്ടം? 3 വട്ടം. അവൻ ചെവി കേൾക്കാൻ കഴിയാത്തൊരു ദൈവമല്ല, പ്രാർത്ഥന കേൾക്കാൻ കഴിയാത്തൊരു ദൈവമല്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കാത് മന്ദമായി പോയിട്ടില്ല, കേൾക്കുന്നൊരു ദൈവം. അതുകൊണ്ടാണ് ആമേൻ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 6-7 വാക്യത്തിൽ വായിക്കണ്ട, അവിടെ ഇങ്ങനെ പറഞ്ഞു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. അപ്പൊ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. അപ്പൊ കഷ്ടത കാണുന്ന ദൈവം, നിലവിളി കേൾക്കുന്നൊരു ദൈവം. അപ്പൊ കേൾക്കാത്ത ദൈവമല്ല, കേൾക്കുന്ന ദൈവത്തോട് 3 വട്ടം പ്രാർത്ഥിച്ചു, ഇത് മാറേണ്ടതിന്. ദൈവം പറഞ്ഞൊരൊറ്റ മറുപടി വായിച്ചേ. അതല്ല, ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും. 9-ാം വാക്യം, അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി എന്ന് വെച്ചാലേ, ഈ ചോദിച്ച വിഷയത്തിനുള്ള മറുപടി ഈ കൃപയുണ്ട്. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനുള്ള മറുപടി കൃപയാണ്. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സകല തടസ്സങ്ങളെയും തരണം ചെയ്യാൻ കൃപ മതി. കൃപ മതി. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവരൊന്ന് ആത്മാവിൽ ആരാധിച്ചെന്ന് പറ. കൃപ മതി. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപ മതി. നിങ്ങൾ വേദനിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപ മതി. നിങ്ങൾ തകർന്നു പോകുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപ മതി. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈകൂടെ തൊട്ട് പറ, നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ ആ വിഷയത്തിന്റെ ദൈവത്തിന്റെ കൃപ മതി എന്ന് പറ. Praise the Lord. കൃപ മതി. സെരുബാബേലിന് മുമ്പിൽ ഒരു മഹാപർവ്വതം നിൽക്കുന്നു. സെരുബാബേൽ പറയുന്നു, അയ്യോ ദൈവമേ, എന്റെ മുമ്പിൽ ഒരു മഹാപർവ്വതം നിൽക്കുന്നു. അവൻ സെരുബാബേലിനോട് പറയുന്നു, ഒന്നും നോക്കണ്ട, കൃപ എന്നാർപ്പോട് ആണിക്കല്ല് കയറ്റുക.
ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എവിടെയാ തടസ്സമായി നിൽക്കുന്നത്, അവിടെ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ ഓവർകം ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുന്നു. ആമേൻ. മറിയ പറയുന്നു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല, പുരുഷനെ എനിക്കറിയില്ല. വിവാഹം നിശ്ചയം കഴിഞ്ഞു, പക്ഷെ പുരുഷനുമായി എനിക്ക് ബന്ധമില്ല. വിവാഹം നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ, വിവാഹം കഴിഞ്ഞിട്ടില്ല. ദൈവം മാലാഖ പറയുന്നു, മറിയേ, എന്റെ കൃപ നിനക്കിരിക്കട്ടെ, എന്റെ കൃപ നിന്റെ മേൽ പകരുകയാണ്. അവൻ നീ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളെയോ, നീ തരണം ചെയ്യാൻ പോകുന്ന സകല പ്രതികൂലങ്ങളെയോ, നീ അനുഭവിക്കാൻ പോകുന്ന സകല നിന്ദകളെയോ, നീ തരണം ചെയ്യേണ്ട സകല മേഖലകളിലോ ദൈവത്തിന്റെ കൃപ ഈ പകൽ ദൈവം പകരുകയാണ്. അവൻ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, അവൻ ഈ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ സകലത്തിനെയും ചെയ്യിക്കാൻ, സകലത്തിനെയും ഓവർകം ചെയ്യാൻ, സകലത്തിനെയും അവൻ തരണം ചെയ്യാൻ ഈ കൃപ ദൈവം നിങ്ങളുടെ മേൽ പകരുകയാണ്. നിന്ദകൾ വരട്ടെ, രോഗങ്ങൾ വരട്ടെ, ഭാരങ്ങൾ വരട്ടെ, വേദനകൾ വരട്ടെ, ഒറ്റപ്പെടലുകൾ വരട്ടെ, തടസ്സങ്ങൾ വരട്ടെ, എന്തു വരട്ടെ, കൃപയുണ്ടോ ഇതെല്ലാം തരണം ചെയ്യും. സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ടാണ് ഭക്തന്മാർ കഷ്ടത്തിലായപ്പോൾ അവർ പറഞ്ഞു, അയ്യോ കഷ്ടത്തിലായി എന്നല്ല പറഞ്ഞത്. കഷ്ടത വന്നപ്പോൾ അയ്യോ എന്നെ ഈ കഷ്ടത കൊണ്ടുപോകുന്നല്ല പറഞ്ഞത്. അവർ പാടിയ, കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോൾ അപ്പുറം കടം നേടാൻ പാഴുതില്ലാതെ, അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ. ഇതാ ഭക്തൻ പാടിയത്. അല്ലാതെ കഷ്ടം വന്നപ്പോൾ ഇതിന്റെ കാര്യം എന്റെ പോക്കാണ്, ഇനി എനിക്ക് രക്ഷയില്ലെന്നല്ല ഭക്തൻ പറഞ്ഞത്. ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അതുകൊണ്ട് ഒരുപാട് പ്രശ്നം തലക്ക് മീതെ കയറി വന്നപ്പോൾ, അവിടെ വിഷയം, ഇവിടെ വിഷയം, ഇപ്പുറത്തെ വിഷയം, അങ്ങനെ എല്ലായിടത്തും വിഷയം. ഇങ്ങനെ വന്നപ്പോൾ ഭക്തൻ പാടി, ഇന്നിന്റെ പാരത്ത ഞാനിറങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തില്ലേ, കക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം. ഒരു ജീവനില്ലാത്ത പോലെ പാടി എല്ലാരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഇന്നിന്റെ പാരത്ത ഞാനിറങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട. ശക്തിയോടെ പറ, ഇന്നിന്റെ ഭാരത്ത ഞാനിറങ്ങിയപ്പോ ഒന്നും ഭയപ്പെടൂര ചെയ്തില്ലേ, ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തുന്ന സ്തുതിച്ചിടുക. ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തുന്ന സ്തുതിച്ചിടുക. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. അപ്പൊ എല്ലാറ്റിനെയും തരണം ചെയ്യാൻ ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു 10 പ്രാവശ്യം നിർത്തരുത്, നിർത്തരുത്. 10 പ്രാവശ്യം ദൈവം കൃപ തന്നിട്ടുണ്ട്. നിന്ദയാണോ കൃപ? അവൻ അപമാനമാണോ കൃപ? രോഗമാണോ കൃപ? അവൻ ഏത് സാഹചര്യം, കടഭാരമാണോ അവൻ കൃപ? അവൻ ഞെരുക്കമാണോ കൃപ? ആശയമാണോ കൃപ? അവൻ പരിഹാസമാണോ കൃപ? സകലത്തിനെയും ജയിക്കാൻ ദൈവം തന്ന ഒറ്റ മൂല്യാണ് കൃപ. നല്ലൊരു അല്ലി പറഞ്ഞു. ഞാൻ ചില സമയത്ത് അറിയാതെ ചിരിച്ചിട്ടുള്ളൊരു കാര്യം പറയാം. ചിരിച്ചിട്ടുള്ള കാര്യം, ഞാനൊരു ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ടുണ്ട്, പറഞ്ഞു പനിയുണ്ടോ, ഷിവറിംഗ് ഉണ്ടല്ലേ? ഉണ്ട്. തലവേനയുണ്ടോ? തലവേനയുണ്ട്. വയറ്റുവേനയുണ്ട്. അപ്പോൾ വയറ്റുവേനക്ക് ഒരു ഗുളിക, തലവേനക്ക് വേറൊരു ഗുളിക, ഷിവറിങ്ങിന് വേറൊരു ഗുളിക. ഇത് മേടിച്ചുകൊണ്ട് ഞാൻ വണ്ടിക്ക് പോകുമ്പോൾ തോക്കുംപടി ആ പാലത്തിൻ്റെ ഇറക്കിന് ഒരു കാറിൻ്റെ പൊക്കത്ത് ഒരു കോളാമ്പി പോലത്തെ ഒരു മൈക്ക് വെച്ചിട്ട് ഒരാൾ അവിടെ നിന്ന് മരുന്ന് കച്ചവടം നടത്തുന്നു. വയറ്റുവേദന, പല്ലുവേദന, എരി, പുള്ളി, തെകിട്ട്, വായു, എല്ലാറ്റിനും ഈ ഒരു മരുന്ന്. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഞാൻ 3 രോഗത്തിന് 3 ടാബ്ലറ്റ് മേടിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഒരുത്തൻ ഒരു കോളാമ്പി വെച്ച് വിളിച്ചു പറയുന്നു, പൊളിച്ചത് കിട്ട്, അകത്തോട്ട് പോക്ക്, പുറത്തോട്ട് പോക്ക്, ഇനി പോകാത്തത് വരാത്തത് എല്ലാറ്റിനും കൂടി ഈ ഒറ്റ ഗുളിക. ഒരു സഹോദരൻ എന്ന് പറഞ്ഞ്, ഇവിടെ എനിക്ക് അങ്ങനെയാണ്, പിന്നെ കൊള്ളാലും മെഡിക്കൽ ഷോപ്പ് മൊത്തം അവൻ്റെ കയ്യിലുണ്ട് എന്ന് വെച്ചാൽ ഞാൻ കയ്യിലോട്ട് മേടിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയുള്ള സാധനത്തിനകത്ത് ഈ മെഡിക്കൽ ഷോപ്പിലുള്ള സകല മരുന്നും കൂടി അരച്ചവൻ കലക്കി വെച്ചേക്കുക. ഈ ഒരെണ്ണം കഴിച്ചാൽ ഈ പറഞ്ഞ എല്ലാവരും പോകുമ്പോൾ ഒരല്ലേ എന്ന് പറഞ്ഞേ. അപ്പം ഞാൻ ഒരിക്കൽ ചോദിച്ചു, മേടിക്കുക ചേട്ടാ ഇതല്ലാതെ വേറെ വല്ല കൂടി ഉണ്ട്? പുള്ളി പറഞ്ഞു ഒറ്റ ഐറ്റമേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞ രോഗത്തിനെല്ലാം ഈ ഒറ്റ ഗുളിക. ഒരു സ്വത്രം എന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ സകല രോഗത്തിനും ഒറ്റ ഗുളിക കൃപ.
കൃപ. കൃപയുണ്ട്, 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 കൃപയുണ്ട്. ഈ പകൽ ആ കൃപ വ്യാപരിക്കട്ടെ. സകലത്തിനും വിടുതൽ അവൻ ദൈവത്തിന്റെ കൃപയാണ്. സകലത്തിനും വിഷയത്തിന് മറുപടി ദൈവത്തിന്റെ കൃപയാണ്. സകലത്തിനും ഉത്തരം ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപ ഇന്ന് പകൽ ചലിക്കട്ടെ, ഇതിനകത്ത് ചലിക്കട്ടെ, കുടുംബത്തിനകത്ത് ചലിക്കട്ടെ, വ്യക്തികളിൽ ചലിക്കട്ടെ, തലമുറകളിൽ ചലിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ഓരോ കുടുംബത്തിനകത്തോ ഈ പകൽ ഇറങ്ങി വരട്ടെ. അവൻ ഓരോ കുടുംബത്തിനകത്തോ ഈ ദൈവകൃപയുടെ വ്യാപാരം ഈ പകൽ ചലിക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവൻ എത്ര പേർ കരം ഉയർത്തിക്കൊണ്ട് പറയോ, ആ കൃപയാൽ ഞാൻ ശക്തിപ്പെടുന്നു, ആ കൃപയാൽ ഞാൻ ശക്തിപ്പെടുന്നു. ഒരു വാക്യം കൂടി നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. 2 തിമോഥെയോസിന് എഴുതിയ 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വായിച്ചേ. എന്റെ മകനെ, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ എന്ത് ചെയ്യുക? ശക്തിപ്പെടുക. സകല വിഷയത്തിനും മറുപടി തരാൻ ഈ കൃപയിൽ അങ്ങ് ശക്തിപ്പെടുക. എല്ലാവരും പറഞ്ഞേ, സകലത്തിനും മറുപടി ഉണ്ടാകാൻ ഈ കൃപയിൽ അങ്ങ് ശക്തിപ്പെടുക, ഈ കൃപയിൽ അങ്ങ് ശക്തിപ്പെടുക, കൃപയിൽ അങ്ങ് ശക്തിപ്പെടുക. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസേ, നിന്റെ സകല വിഷയത്തിന് മറുപടി ഈ കൃപയിലാണ്. നിന്റെ സകല വിഷയത്തിനും ഉത്തരം ഈ കൃപയിലുണ്ട്. നിന്റെ സകലത്തിനുള്ള ആൻസർ ഈ കൃപയിലുണ്ട്. നീ മറ്റൊന്നും ചെയ്യണ്ട. ദൈവത്തിന്റെ കൃപയാൽ നീ ശക്തിപ്പെടുക. സ്വതന്ത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു കയ്യിൽ ബൈബിളും മറ്റേ കയ്യിൽ കുടുംബത്തെയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഷ്ടതയുടെ കഠിന ചൂളക്കകത്തൂടി കടന്നു പോകുമ്പോൾ, ദിവസങ്ങളായി ആഹാരം കഴിച്ചിട്ട്, ദിവസങ്ങളായി ഒരു അപ്പക്കഷ്ണമെടുത്ത് വായിൽ വെച്ച് ചവച്ചരച്ച് കഴിച്ചിട്ട്, പട്ടിണി എന്ന് പറഞ്ഞാൽ കൊടിയ പട്ടിണി. അങ്ങനെ പട്ടിണി കൊണ്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് താൻ ഒരു കാഴ്ച കാണുന്നത്. തൻ്റെ കൂടെ പഠിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യയിൽ പോയ ഒരു സ്നേഹിതൻ പേർഷ്യന്ന് വരുന്നു. വന്നിട്ട് തൻ്റെ വീടിൻ്റെ നേരെ ലക്ഷ്യം വെച്ച് നടന്നു വരികയാണ്. ആ മനുഷ്യൻ വൈഫിനോട് പറഞ്ഞു, എൻ്റെ ഏറ്റവും ഉറ്റ സ്നേഹിതനായ ഒരു മനുഷ്യൻ ഇതാ വരുന്നുണ്ട്. അവൻ വരുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. അവൻ പേർഷ്യന്ന് വരികയാണ്. അവൻ്റെ കയ്യിൽ എന്തെങ്കിലും കാണും, എന്തെങ്കിലും അവൻ തരും. തന്നാൽ നമ്മുടെ പട്ടിണി ഇന്ന് മാറും. ആ വീടിനടുത്തെത്തിയപ്പോൾ സ്തോത്രം, ഒരു കൊട ഇങ്ങനെ പിടിച്ച കൊട മറച്ച് പിടിച്ചിട്ട് ഉപദേശിയെ കാണാതെ വീടിൻ്റെ അവിടെ നിന്ന് മറച്ച് പിടിച്ച് മുന്നോട്ട് പോയി. പിശാച് കൈകൊട്ടി ചിരിച്ചിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ടടാ, എങ്ങനെയുണ്ട്? കൊട്ടാനും പാടാനും തുള്ളാനും നടന്നിട്ട് പട്ടിണിയുടെ അങ്ങേ അറ്റത്തെ കണ്ണൻ ചൂളക്കകത്ത് കിടക്കുമ്പോൾ നിന്റെ കൂട്ടുകാരൻ പോലും കൂടെ പിടിച്ച് മറച്ചു പോയില്ലേ? നേരെ തൂലികയെടുത്ത്, പേനയെടുത്ത്, പേപ്പർ എടുത്ത് ഭക്തനകത്ത് കയറി. ഇനി തീർന്നു എന്നല്ല പറഞ്ഞത്. ആരും സഹായമിൽ എല്ലാവരും പാറിൽ കണ്ടും കാണാതെയും ആ കരമൊന്ന് ഉയർത്തി പറ, സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ഇതാണ് കൃപ. വാനിലുണ്ടെന്നറിഞ്ഞ ഉല്ലാസമേ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കിയിരുന്നു. ഈ ഭക്തൻ പറയുക, നീ ഇത് മാറ്റരുത് കേട്ടോ. നീ കുടം മറച്ചു പിടിച്ച് എന്നെ കാണാതെ പോയാലും ഞാൻ പറയുന്ന നീ കേക്ക്. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും കാട്ടിലെ മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കും ആഹാരം കൊടുക്കുന്ന ദൈവത്തെ തന്നെയാ ഞാൻ നോക്കുന്നത്. ദൂത് മനസ്സിലായോ ദൈവമക്കളെ? എടാ പേർഷ്യക്കാരാ, നിന്റെ കയ്യിലെ പണമല്ല എന്നെ നടത്തുന്നത്. പറയാമോ? മറ്റൊരുത്തന്റെ കയ്യിലെ നന്മയല്ല എന്നെ നടത്തുന്നത്. ഏത് പേർഷ്യക്കാരന്റെ പണം അറ്റുപോയാലോ അറ്റുപോകാത്തൊരു കര സ്വർഗത്തിൽ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽ പിശാച് അറിയട്ടെ, ഞാനും നിങ്ങളും നിൽക്കുന്നത് ഏതെങ്കിലും പണത്തിലല്ല, കൃപയിലാണ് നിൽക്കുന്നത്. കൃപയിലാണോ? ദൈവകൃപ വിളിച്ചു പറ. ഞാനും എൻ്റെ കുടുംബവും നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ. അങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഈ ആലയത്തിനകത്തുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇടം മറന്ന് ദൈവത്തെ സ്തുതിക്ക്. ഒരു മനുഷ്യന്റെയും ഔദാര്യത്തിലല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കുടുംബം പോകുന്നത്, ദൈവം എന്നെ നടത്തുന്നത് അവന്റെ കൃപയാലാണ് എന്നുറപ്പുള്ള എത്ര പേരുണ്ട്? അവൻ നൃത്തം ചെയ്ത് ഇന്ന് പകൽ ആരാധിക്കുക. ഞാൻ ജീവിക്കുന്നത്
എന്റെ കുടുംബം നിലനിൽക്കുന്നത്, എന്റെ തലമുറ പോകുന്നത്, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ കുടുംബം ഇന്ന് വരെ ആയിരിക്കുന്നത് കഴിവ് കൊണ്ടല്ല. അവന്റെ കൃപ, അവന്റെ കൃപ, അവന്റെ കൃപ, അവന്റെ കൃപ. ഈ ലോക്ക്ഡൌണില്, ഈ കൊറോണയുടെ കാലത്ത്, ഈ COVID-19 വന്നപ്പോൾ ഞങ്ങൾ ജീവിച്ചത്, ഞങ്ങൾ കരുതിയത്, ഞങ്ങൾ പോയത് ഞങ്ങളുടെ കഴിവല്ല, പകരം ഞങ്ങൾക്കൊരു കൃപയുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചെയ്യാം. ദൈവമക്കളെ, അവൻ 1000 ദിവസം ലോക്ക്ഡൌൺ വന്നാലും, അല്ല 10,000 ദിവസം അവൻ ലോക്ക്ഡൌൺ അവൻ സർക്കാർ നിയമിച്ചാക്കിയാലും, മരുഭൂമിയിൽ 40 വർഷം നടത്തിയ അതേ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും പുലർത്താൻ കഴിവുള്ളവനെന്ന് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്. അവർ കരമടിച്ചു മകൾ ആരാധിച്ചുകൊണ്ടത് അവന്റെ കൃപ എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഞാനായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയോ. Oh, thank you, Jesus. എനിക്ക് ഇന്ന് പകൽ ഇതിനകത്ത് നിൽക്കാൻ കഴിയാതെ ഓടണമെന്നുണ്ട്. അത്ര ദൈവ സാന്നിധ്യം പകൽ പരിശുദ്ധന പകരുകയാണ്. ഒരു അസാധാരണ ദൈവ ശക്തി ദൈവ പകരാൻ പോകുക. എനിക്കറിയാം ചിലരുടെ മേൽ ഈ പകൽ ജ്വലിക്കുന്ന ദൈവകൃപ. യെസ്, പ്രാപിച്ചോ ഒരു അസാധാരണ ദൈവിക ശക്തി, അസാധാരണമായ ദൈവത്തിന്റെ കൃപ. ഓ, പ്രാപിച്ചോ. അസാധാരണ ദൈവത്തിന്റെ കൃപ ഈ പകൽ പകരുക. അസാധാരണ ദൈവത്തിന്റെ കൃപ. ഓ പരിശുദ്ധാത്മാവേ, ഒരു അസാധാരണ ദൈവകൃപ സകലത്തിനെയും ജയിക്കാം. ഓ ചിലതിനെ അതിജീവിക്കാം. ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണ ദൈവകൃപ ദൈവം പകരാൻ പോകുക. പരിശുദ്ധാത്മാവിന്റെ കൃപ. എനിക്കറിയില്ല, ആത്മാവ് നിറവിൽ ദൈവജനം ആരാധിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഒരു വസ്ത്രം ധരിക്കുന്ന പോലെ അവന്റെ കൃപ നിങ്ങളെ ദൈവം അണിയിക്കുക. അവന്റെ കൃപ ദൈവം നിങ്ങളെ അണിയിക്കുക. അവന്റെ കൃപ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ ദാസിയുടെ മേൽ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മകളുടെ മേൽ വ്യാപരിക്കട്ടെ. പുത്തൻ ഭാഷകൾ, പുതിയ ഭാഷകൾ, അന്യഭാഷകൾ ദൈവം നാവിൽ തരട്ടെ. പരിശുദ്ധാത്മാവേ, ഒരു തീ പ്രാപിച്ചോ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഭിഷേകം. Oh, ഒരസാധാരണ ദൈവകൃപ ദൈവം പകരാൻ പോകുകയാണ്. ചില പ്രതിസന്ധികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ശരീരത്തിലെ അങ്ങനെ കൃപയുടെ വ്യാപാരം. ഓ ഭീമനമാണോ സൗദേ നികതേ ഭീമാ ബാബ ഹൽക്കാരാജ ധിമലേ നികതേ ഉടമേ ധിമലേ സൗദേ ധിമലേ ഉടമേ ധിമലേ നികതേ ശിവനാ നികതേ ഉടമേ ധിമലേ ഭീമാ രാജ ഓ നികതേ ഓ ഭീമനമാണോ ഓ ശിഖനാ നികതോ ഓ ധിമലമാണോ ഭീമാ ബാബ ഓ ഹംസാരാജ ഓ ഭീമാ Oh,
ദൈവകൃപയാൽ ചിലതിനെ നാം പൊട്ടിക്കും. ദൈവത്തിന്റെ കൃപയാൽ നാം ചിലതിനെ പൊട്ടിക്കും. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്നലെ വരെ, ഈ നിമിഷം വരെ നിങ്ങൾക്കെതിരെ നിന്ന ഏത് ശക്തിയാണോ അതിനെ ദൈവ കൃപയാൽ നിങ്ങൾ പൊട്ടിക്കാൻ പോകുക. വിശ്വാസത്താൽ 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 നിങ്ങളുടെ വാ തുറന്നു പറ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾക്കെതിരെയുള്ള രോഗത്തിന്റെ കെട്ടുകളെ, ഞങ്ങൾക്കെതിരെയുള്ള ശാപത്തിന്റെ കെട്ടുകളെ, ഞങ്ങൾക്കെതിരെയുള്ള ഞെരുക്കത്തിന്റെ കെട്ടുകളെ സ്വർഗത്തിന്റെയും ഭൂമിയും എല്ലാം ചേർന്ന് പറ, സ്വർഗത്തിന്റെയും ചേർന്ന് പറ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ നസത്കാരനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾക്കെതിരെ, ഞങ്ങളുടെ കുടുംബത്തിനെതിരെ, ഞങ്ങളുടെ തലമുറക്കെതിരെ വ്യാപരിക്കുന്ന സകല ദുഷ്ടന്റെ അധികാരങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് യേശുക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അതിനെ പൊട്ടിക്കുക. രണ്ട് കരമടിച്ച അഭിഷേകത്തിൽ ദൈവശക്തി ആരാധിക്കുക. സകല കെട്ടുകളും അഴിയട്ടെ, നുകത്തിന് അമിക്കയറുകൾ ഈ പകൽ ഉടഞ്ഞു മാറട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, അഭിഷേകം നുകത്തെ തകർക്കുന്നു. ഒരറ്റം മുതൽ മറ്റേറ്റം വരെ ദൈവകൃപ ചലിക്കട്ടെ. ഒരറ്റം മുതൽ മറ്റേറ്റം വരെ ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. അഭിഷേകം നുകത്തെ തകർക്കുന്നു. അഭിഷേകം നുകത്തെ തകർക്കുന്നു. അഭിഷേകം നുകത്തെ തകർക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാം. ദൈവമക്കളെ, ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഒറ്റ മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ഈ കൃപ എന്ന് പറയുന്നത് ചെറുതല്ല. പാപമുള്ള ഭൂമിയിൽ പെട്ടകം പണിയാൻ ഈ മനുഷ്യന് കൃപ മാത്രം മതിയായിരുന്നു. സ്തോത്രം. 40 വർഷം ജനത്തെ കൊണ്ടു നടപ്പാൻ ഈ കൃപ മതിയായിരുന്നു. കല്ലെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തും കൃപ കല്ലിനെ താഴെയടിച്ചു. നിന്ദിക്കപ്പെടാൻ സാധ്യതയുള്ളിടത്തും കൃപ ആ നിന്ദകളെ മാറ്റി. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ കൃപയിലോട്ട് കയറും. നിങ്ങൾ കൃപയിലോട്ട് കയറും. നിങ്ങൾ ദൈവകൃപയിലോട്ട് കയറും. നിങ്ങൾ ദൈവകൃപയിലോട്ട് കയറും. സ്തോത്രം, 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 സ്തോത്രം. ദൈവകൃപയുള്ളവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. എനിക്കറിയില്ല, ഞാൻ ഈ 3 ആഴ്ചയായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിങ്ങൾ ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് പരസ്യമായിട്ടും പറയാൻ എന്നോട് കർത്താവ് പറയുകയാണ്, നിന്റെ ചർച്ചിലുള്ള ദൈവമക്കൾ സാധാരണക്കാരല്ലെന്ന്. ഞാൻ ആ വിശ്വാസത്തോടെ പ്രസംഗിക്കുന്നത്. സാധാരണ ജനമല്ല എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയും കൃപാവരങ്ങളും ജ്വലിക്കുന്ന ഒരു കൂട്ടം ദൈവജനമാണ് ഈ പ്രഭാതത്തിൽ ഈ ആരാധനാലയത്തിനകത്തിരുന്നു ഈ ദൈവത്തെ ആരാധിക്കുന്നത്. ജീസസ്. Praise God. ചിലർ പ്രവചിക്കട്ടെ, ചിലർ പ്രവചിക്കട്ടെ, ചിലർ പ്രവചിക്കട്ടെ. വെളിപ്പാടുകൾ കാണട്ടെ, ദർശനങ്ങൾ പ്രാപിക്കട്ടെ, കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യട്ടെ. കൃപാവരങ്ങളുടെ വാതിൽ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ തുറന്നു വരട്ടെ. ഒരു വലിയ തീ, ഒരു വലിയ തീ, ഒരു വലിയ തീ കത്തുന്നത് പോലെ, ഒരു വലിയ തീ കത്തുന്നത് പോലെ ഈ പ്രഭാത വിശ്വസിക്കുന്ന ദൈവജനത്തിന് ഒരു വലിയ തീയുടെ വ്യാപാരം, ഒരു തീയുടെ പകർച്ച, ഒരു തീയുടെ വ്യാപാരം, ഒരു തീയുടെ പകർച്ച എന്റെ ദൈവം അഴക്കുകയോ. ഞാനൊരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. ലൂക്കോസ് 19, മെൽബിനെ 19:3 മോനെ. ആ വാക്യം നിങ്ങളെല്ലാം മോനെ ഒന്ന് ശാന്തമായിട്ട് നിർത്തി വായിക്കണം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. അവൻ എന്ത് ചെയ്തു? യേശു എങ്ങനെ ഉള്ളവൻ എന്ന് കാണാൻ ശ്രമിക്കാൻ പറ്റുമോ? അതിന് ഇംഗ്ലീഷ് വാക്ക് എന്താ പറയുക? ട്രൈ ചെയ്, ഒന്ന് ട്രൈ ചെയ്. എഴുതിയെങ്കിലല്ല തോക്കുമെന്നുള്ളൂ. നീ ഒന്ന് എഴുത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ട്രൈ ചെയ്. ഒന്നും ചെയ്യാതെ ഒന്നും നടക്കില്ല. ഒന്ന് ട്രൈ ചെയ്. ദൂതാണ് പരിശുദ്ധാത്മാവ് ദൂത് പറയുക.
എന്നെ കേൾക്കുന്ന രാജ്യങ്ങളിൽ ഏത് മൂലക്കിരുന്നാലും ആത്മാവ് നിന്നോട് വന്നു ട്രൈ ചെയ്യും. ജീസസ്. ആമേൻ. ആമേൻ. നമ്മുടെ ഈ മീറ്റിംഗ് യൂട്യൂബിൽ ലൈവിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേബയുണ്ട്. ഞാൻ ദൂതല്ല പറയുന്നത്. അവൾ യു കെയിൽ ഇരുന്ന് നമ്മുടെ എല്ലാ വർഷിപ്പും അവൾ യു കെ ഇരുന്ന് കൂടും. യു കെയിൽ നേഴ്സാണ്. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, യു കെയിൽ അവർക്ക് അടുത്തൊരു പ്രൊമോഷനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു ടെസ്റ്റ് എഴുതണം. ഇവിടുന്ന് പോയിട്ട് ഏതാനും മാസമേ ആയുള്ളൂ. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആഹാരം പോലും കഴിക്കാൻ ഒക്കുന്നില്ല, ഫുൾ ഛർദ്ദിച്ച് വൊമിറ്റ് ചെയ്ത് റൂമിൽ കിടക്കുക. ക്ലാസ് എടുക്കുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ഫുൾ വോമിറ്റിംഗ് ആയിട്ട് ഞാൻ റൂമിൽ കിടക്കുക. ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിന് പോകുമ്പോൾ പോകുന്ന യാത്രയിൽ എന്നെ വിളിച്ചു. എനിക്ക് ആരാധന പെട്ടെന്ന് മനസ്സിലായില്ല. അതിനുശേഷം പിന്നെ വിളിച്ചു, പാസ്റ്റർ ഞാനാ ഫേബയാ, ഞാൻ തളർന്ന് അടിഞ്ഞു കിടക്കുക, നാളെ എക്സാമാ, ഒരു വക ഞാൻ കേട്ടിട്ടുമില്ല പഠിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യും, യേശുവിൻ്റെ നാമത്തിൽ ട്രൈ ചെയ്യും. അവൾ പറഞ്ഞു ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ അത് വിട്, പഠിച്ചില്ല എന്ന് പറഞ്ഞ വിട്. നീ അല്പം അബോധാവസ്ഥയിലാണേലും ചിലത് കേട്ടില്ലേ, നിനക്കത് മതി. എഴുതി. ഇന്നലെ മീറ്റിംഗ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പാസ്സായി. ഒന്നും കേട്ടില്ല, അറ്റൻഡ് ചെയ്യാനൊത്തില്ല, രോഗിയായിരുന്നു, ക്ഷീണിച്ചു. പക്ഷേ ഒറ്റ വാക്ക് ട്രൈ ചെയ്യും. കുഞ്ഞുങ്ങളെ, ആത്മാവത്തിനോട് പറയുന്നു ശ്രമിക്ക്. അവൻ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. അവൻ കിട്ടിയില്ല, ശ്രമിക്ക്. അവൻ നടന്നില്ല, ശ്രമിക്ക്. അവൻ ദൈവം ചെയ്യും. ആത്മാവ് പറയുന്നു ശ്രമിക്കുക. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു കൊച്ചു ബൈക്ക് മേടിക്കാൻ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ബൈക്ക് മേടിക്കാൻ മൂലംകുരിയുള്ള MMC ബാങ്കിൽ 2 വർഷം കയറി ഇറങ്ങി. അല്ലേ സാമേ? 2 വർഷം MMC ബാങ്കിൽ ഞാൻ കയറി ഇറങ്ങി, ഒരു ലോണ് എടുത്ത് ഒരു ബൈക്ക് മേടിക്കാൻ. 2 വർഷം. അവസാനം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, എന്നെ നിരാശപ്പെടുത്താതിരിക്കാൻ, ബൈക്കില്ലെങ്കിൽ നമുക്ക് ബൈക്കിനേക്കാൾ വില കൂടിയ ബസ്സുണ്ടല്ലോ. എന്നിട്ട് ഞാൻ വിട്ടില്ല. അന്നത്തെ MMC ബാങ്കിലെ മാനേജറായിട്ടൊരു കൊമ്പം മീശക്കാരൻ, ഇവിടേക്ക് വളരെ മല്ലിയ എന്ന് പറയുന്ന ഒരു കൊമ്പം മീശക്കാരനാ. എല്ലാ ദിവസവും ചെല്ലും, എന്നോട് പറയും അടുത്ത ആഴ്ച വാ. മടുപ്പില്ല, പിറ്റേ ആഴ്ച. 2 വർഷം നടന്നു. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് സാമിൻ്റെ അപ്പച്ചൻ പൊന്നഞ്ചേട്ടൻ നമ്മുടെ ചർച്ചിൽ വരുന്നു. എന്നോട് പറഞ്ഞു പാസ്റ്റേ ഞാൻ പരിചയപ്പെടുത്താം 2 വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ ആദ്യമായിട്ടൊരു ബൈക്ക് മേടിക്കാൻ സാമിൻ്റെ അപ്പച്ചൻ പൊന്നഞ്ചേട്ടൻ എന്നെ ആ ബാങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി. 2 വർഷങ്ങൾക്ക് ശേഷം ഒരു മാക്സ് സെൻ്റർ സുസൂക്കിയുടെ ബൈക്ക് കിട്ടി. എന്നിട്ടും ഞാൻ നിർത്തിയില്ല. തന്നില്ല ഞാൻ ഇനിയും പോവും. ഒന്നുമില്ലാത്തവന് എന്ത് ക്രെഡിറ്റാ. ഒരു സ്വതന്ത്രം പറ. ഒന്നുമില്ലാത്തവൻ എന്ത് നാണക്കേട്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുമ്പോഴേ ഈ നാണക്കേട് വരുന്നേ. ഒന്നുമില്ലാത്ത പോലെ നിന്നെ കേറി അങ്ങ് ചെല്ലും. ഞാൻ അതിനൊരു വാക്യം പറയാം, ചുമ്മാ അല്ല. സമ്പന്നനെ ദൈവം ചെയ്യുന്നു, വെറുതെ വിടുന്നു. ദരിദ്രനെ ദൈവം നിറച്ചു വിടുന്നു. ദൈവസേന ചെല്ലുമ്പോൾ ദരിദ്രനായി ചെല്ല്, ഒന്നുമില്ലാത്തതുപോലെ ചെല്ല്. അവൻ സകലതും ഉള്ളതുപോലെ കയറി ചെല്ലരുത്. ഞാൻ ഒന്നുമില്ലാത്തവനാണ്, എനിക്ക് കഴിവില്ലാത്തവനാണ്, എനിക്ക് മിടുക്കില്ലാത്തവനാണ്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞല്ല കയറി ചെല്ലേണ്ടത്. ഞാൻ ഒന്നുമില്ലാത്തവെന്ന് പറഞ്ഞ് കയറി ചെല്ലും. ഹല്ലേലൂയ. ആമേൻ. ശ്രമിക്കണം. പറഞ്ഞേ. ഞാൻ എൻ്റെ ഒരു കൊച്ചനുഭവം ഞാൻ പറയാം. ഞാൻ കണ്ണൂർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ടേപ്പ് നടക്കുക. അപ്പോൾ എന്നോട് മേസർ വിളിച്ചിട്ട് പറഞ്ഞു, ബിജു ഒരു വീടിൻ്റെ സൺസൈഡിൻ്റെ ഓട് ഒട്ടിക്കണം, പോകുമെന്ന് ചോദിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഓട് ഞാൻ ഒട്ടിച്ചിട്ടില്ല. ഞാൻ അവന് പോകാമെന്ന് പറഞ്ഞു. ഒരു വലിയ സൺസൈഡാ. അന്നത്തെ മോഡൽ ടൈപ്പ് ഓട് ഒട്ടിക്കണം. പരിക്കുന്ന സിമെൻറ്റ് ഇട്ടിട്ട് ഓട് ഒട്ടിക്കണം. ഞാൻ ഓടൊട്ടിക്കാൻ തുടങ്ങി. അറ്റം തൊട്ടേ ഓടൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് പൊക്കത്ത് കയറി വന്നപ്പോൾ ഉണ്ടല്ലോ, ഒരു ചാക്ക് സിമെന്റ് അങ്ങനെ തന്നെ വീഴും. എന്ന് വെച്ചാൽ ഒരു ചാക്ക് എടുത്തിട്ടാൽ അത്രയും കനം വീഴും. അവരൊട്ടിക്കുമ്പോൾ ഏകദേശം 1/2 ഇഞ്ച് കനമേ വീഴത്തുള്ളൂ സിമെന്റിന്. ഞാൻ ഒട്ടിച്ച് വന്നപ്പോൾ ഒരു സിമെന്റ് ചാക്ക് ഇട്ടിട്ട് ഒട്ടിക്കേണ്ട ഗതികേടായി. വൈകിട്ട് അവൻ മേസർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് എന്തൊട്ടിക്കല? ഇങ്ങനെ ഒട്ടിച്ചാൽ ഈ ലോകത്തുള്ള സിമെന്റ് മുഴുവൻ നിനക്ക് വേണ്ടി വരുമല്ലോ. ഞാൻ ചോദിച്ചു എന്ത് ചെയ്യണം? 2ാമത് ഒട്ടിക്കാൻ പറഞ്ഞു. 2ാമത് ഒട്ടിക്കുന്നത് രാവിലെ ഒട്ടിച്ച് വൈകിട്ട് വരെ ഒട്ടിച്ച് പൊളിക്കണം. രാത്രി 8 മണി വരെ ഇന്ന് പൊളിച്ചു. എന്നോട് മേസർ ചോദിച്ചു ഇനി എന്താ പരിപാടി? ഏതായാലും ഇട്ടില്ല. രാവിലെ പോയി 6 മണിയായപ്പോൾ പോയി വീണ്ടും ഒട്ടിക്കാൻ തുടങ്ങി. ഒട്ടിച്ചൊട്ടിച്ച് കുറച്ച് വന്നപ്പോൾ വളഞ്ഞും പോയി. പിന്നെയും പൊളിച്ചു, പിന്നെ ഒട്ടിച്ചു. സ്വന്തം പറഞ്ഞേ. 4ാമത്തെ പ്രാവശ്യം അവിടെ മഠത്തിന് പണി നടക്കും. മഠത്തിന്റെ ടോപ്പ് മുഴുവൻ കുത്തനെയുള്ള ചരിവ, ഫുള്ള് ഓടൊട്ടിക്കണം. എന്നെ മെയിനായിട്ട് വിട്ടു. എൻ്റെ കൂടെ 2 പണിക്കാരൻ വിട്ടു.
9 ദിവസം കൊണ്ട് ആ മഠത്തിന്റെ ഫുൾ ഓടി ഞാൻ ഔട്ടിച്ചേ. ആരെ ചരടും കെട്ടി, ആരെ റോപ്പും കെട്ടി, പട്ടിയെ മേടിച്ച് കുത്തനെ കിടക്കുന്ന 3 ടോപ്പ് കുത്തനെ കിടക്കുന്ന ചരിവിലെ ആമൻ ആയിരക്കണക്ക് ഓടുണ്ട്. 2 കൈപ്പണിക്കാരെ നിർത്തി അതിന്റെ കുത്തനെ നിന്ന് ചരട് കെട്ടി താഴത്തോട്ടിറങ്ങി ചരട് പിടിച്ച് ആ ഓട് മുഴുവൻ ഒട്ടിച്ചു. പരാജയപ്പെട്ട് മാറി നിന്നെങ്കിൽ എനിക്കത് ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നു. ഒരു നിലവാരത്തിന് പരാജയപ്പെടരുത്. ഇത് വെറും വാക്കല്ല, ആത്മാവിനെ ഞാൻ ദൂത പറയുന്നത്. അവൻ ശ്രമിച്ചു. പൊക്കമില്ല, ഉയരമില്ല, പുരുഷാരമാണോ? അത് ശ്രമിക്കും. ചുമ്മാ ശ്രമിക്ക്. അയ്യോ, എനിക്ക് പാട്ട് പാടുമ്പോൾ റിതം അറിയില്ല. പാട്ട് പാടുമ്പോൾ എനിക്ക് റിതം അറിയില്ല. ഞാൻ പാടിയത് റിതമായിട്ടാണോ? പണ്ട് ആദ്യമേ ഞാനിവിടെ പാട്ട് പാടുമ്പോൾ എനിക്ക് കീബോർഡിന് റിതം ഇട്ട് നോട്ട്സ് പിടിച്ചു തരുന്ന ആളായിരിക്കുന്നേ. ചിലപ്പോഴൊക്കെ ഞാൻ പാട്ട് പാടിയിട്ട് പുറകോട്ട് നോക്കുമ്പോൾ എന്നോട് ചോദിക്കും എന്ത് ചെയ്യാനാ, കാരണം എനിക്ക് കട്ടയില്ല പിടിക്കാൻ. ആ പരുവത്തിലാണ് ഞാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്നോട് ചോദിക്കും ഇത് എവിടെ നിന്ന് പിടിക്കാനാ? ഞാൻ പറയും എന്തെങ്കിലും ചെയ്യും. അവസാനം അവൻ എന്നോട് മതിയായിട്ട് പറഞ്ഞു, ഈ പള്ളിക്ക് ഈ കുരിശേ പറ്റുള്ളൂ. ആരും അതായിരുന്നു, അറിയില്ലായിരുന്നു, പാട്ട് പാടിയ കിട്ടത്തില്ലായിരുന്നു. കഴിയുമ്പോൾ എന്നോട് ചോദിക്കും അങ്കിൾ ഇത് എന്ത് പോക്കായി പോകുന്നത്? ഞാൻ എൻ്റെ പൊന്നു മോനെ ഒന്നും നോക്കണ്ട, വന്നതുപോലെ വെച്ചു കൊടുത്തു. നമ്മുടെ ആളുകൾക്ക് പറ്റുന്ന എന്നാണെന്നറിയാമോ? എല്ലാം ഒക്കണം, പിച്ചൊക്കണം, പായ ഒക്കണം, അതൊക്കണം, ഇതൊക്കണം, എന്നിട്ട് ഒക്കും. അങ്ങനൊന്നും വേണം, നീ ട്രൈ ചെയ്യും. പുറത്തു വരണം. ഇന്ന് പുറത്തു വരണം, പുറത്തു വരണം, പുറത്തു വന്നേ പറ്റൂ, പുറത്തു വന്നേ പറ്റൂ. ആത്മാവിലെ ദൂത പറയുന്നേ, നീ ശ്രമിക്കുക. ഹല്ലേലൂയ, സ്വത്രം. അമ്മേ, അമേരിക്ക കണ്ടുപിടിക്കാൻ പോയ ആളുടെ പേരെന്നാ? ബികോംകാരൻ. പെട്ടെന്ന് ചോദിച്ചപ്പോ പിടിവിട്ട് പോയിന്ന്. എന്നാ പേരെന്നാ? പുള്ളി ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ നോട്ട്സിന് പോകാൻ പറ്റുമായിരുന്നോ? പുള്ളി ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ അച്ചായന്മാർക്ക് ആർക്കെങ്കിലും ഡോളർ കാണാൻ പറ്റുമായിരുന്നോ? പുള്ളി ശ്രമിച്ചുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാവരും പോകുന്നത്. ആരെങ്കിലും ഒന്ന് ശ്രമിക്കും. നമ്മൾ ശ്രമിച്ച പുറകെ ചിലത് വരുമെന്ന് പോട്ട് വെച്ചില്ല. ദൈവമക്കൾ ശ്രമിക്കാൻ പോകുക. ഈ പട്ടണം പിടിക്കാൻ, ഈ ദേശം പിടിക്കാൻ, രാജ്യം പിടിക്കാൻ. നീ നിൽക്കുന്നിടത്ത് ചിലത് പിടിക്കാൻ, നീ പോകുന്നിടത്ത് ചിലത് പിടിക്കാൻ, നീ പോകുന്നിടത്ത് നിൽക്കുന്നിടത്തും ചിലത് കൈവശമാക്കാൻ എന്ത് ചെയ്യുക? ശ്രമിക്കുക. ഒരല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമാണോ? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലാത്ത കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയാമല്ലേ? മാഷെ, ഞാൻ ഈ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ പ്രസംഗത്തിനിടക്ക് പറയുമ്പോൾ ഈ എൻ്റെ വൈഫും എൻ്റെ പിള്ളേരും ഇടക്ക് പറയും ഗ്രാമർ ഇല്ലാത്ത ഇംഗ്ലീഷൊക്കെ ഇനി പറഞ്ഞു പഠിപ്പിക്കണം, നോക്കിയും കണ്ടൊക്കെ പറ. ഞാൻ പറയും എൻ്റെ ഇംഗ്ലീഷിന് ഗ്രാമറും ഇല്ല, എനിക്കൊട്ട് ഗ്ലാമറും ഇല്ല. അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ ഇവിടെ എഴുതി വെച്ചാ പ്രസംഗിക്കുന്നത്. നേരത്തെ എന്നെ ശ്രമിക്കുന്നത് എന്നാ പറഞ്ഞത്? അത് എഴുതി വെച്ചിട്ടുണ്ട്. നീ പറഞ്ഞില്ല, ഞാൻ പറയും. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എത്തിയാൽ മതി, എത്തിയാൽ ഞാൻ വായിക്കും. ഇവിടെ ആയിപ്പോയത് കൊണ്ട് എനിക്ക് കിട്ടാൻ. ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ നോക്കി പറയും. എന്നാലും ഞാൻ വിടത്തില്ല. വീടില്ലേ? ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറയുമ്പോൾ തെറ്റുമെന്ന് കരുതി തന്നെയാ പറയുന്നേ. ഞാൻ പറയുമ്പോഴേ ഞാൻ പറയുന്ന ഇംഗ്ലീഷിനകത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയാ പറയുന്നേ. പക്ഷെ എങ്കിലും ഞാൻ പറയും. കാരണം എന്നെ അമ്മ പ്രസവിച്ച ഉടനെ അമ്മച്ചിയുടെ ഗർഭപാത്രത്തിൽ ഞാൻ എന്നെ ഓടിയല്ല ചെയ്തേ. ആണോ? അങ്ങനെ ഓടി ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണ ഉടനെ ഓടി ആരെങ്കിലും ഉണ്ടോ? ഉസംബോട്ടിനെ പോലെ ഇല്ല. നിരങ്ങി, ഉരുണ്ടു, വീണു, അവൻ നടന്നു, അവൻ പിഴച്ചു. ഒത്തിരി കഴിഞ്ഞ ഓടാൻ തുടങ്ങിയത്. ശ്രമിക്കുന്നവന് ഈ ഘട്ടമുണ്ട്. ചിലപ്പോൾ വീണെന്നിരിക്കുക, ചിലപ്പോൾ കാലം അടങ്ങിയെന്നിരിക്കുക, ചിലപ്പോൾ അവൻ കൈകൾ കുഴഞ്ഞെന്നിരിക്കുക. പക്ഷെ ആത്മാവ് നിന്നോട് പറയുന്നു, നീ ഓടാൻ തക്കവണ്ണം ദൈവത്തിന്റെ ബലം ദൈവം നിന്റെ മേൽ പകരും. വിശ്വസിക്കുന്ന ദൈവജനം കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ. Amen. Praise the Lord. Hallelujah. Amen. പണ്ട് നമ്മളൊരു സൗത്ത് ആഫ്രിക്കക്കാരൻ സായിപ്പിനെ സ്നാനപ്പെടുത്തി ഓർക്കുന്നുണ്ടോ? തട്ടിന്റെ പക്കത്ത് വെച്ച് ഓർക്കുന്നുണ്ടോ? സൗത്ത് ആഫ്രിക്കക്കാരൻ സായിപ്പ് വന്ന് ഓർക്കുന്നുണ്ടോ? ഒരു പുള്ളിയെ കൊണ്ട് സ്നാനപ്പെടുത്തി. എൻ്റെ പൊന്നെ, ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു പാസ്റ്ററിനെ ചേർന്നിട്ട് കാണാനില്ല, കിട്ടാനുമില്ല. ഇംഗ്ലീഷ് ഇയാളോട് മുക്കണ്ടേ? അവസാനം ആരും കിട്ടാഞ്ഞിട്ട് ഞാൻ തന്നെ മുക്കി. ഫാദർ, സൺ ഓഫ് ഗോഡ്, ഹോളി സ്പിരിറ്റ്, ഒറ്റ മുക്ക്. പിന്നെ സായിപ്പ് ഇറങ്ങി പൊങ്ങി വന്നിട്ട് ജീസസ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ജീസസിനെ കണ്ടു. നാണിച്ചിരുന്നാൽ ആയുസ് മുഴുവൻ അവിടെ ഇരിക്കും. ബിജു കേട്ടോ, ബൈബിൾ കോളേജിലെ ഡീനാണ് ഈ പുള്ളി.
ഇംഗ്ലീഷിൽ വർഷിപ്പ് നടത്തേണ്ട കാലം കഴിഞ്ഞു. ഇനി ഇരുന്നിട്ട് കാര്യം ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ തയ്യാറാണ്. ഞാൻ ദൂതാ പറഞ്ഞു, ഇരുന്നാൽ അവിടെ ഇരിക്കും. ട്രൈ ചെയ്, ട്രൈ ചെയ്, ട്രൈ ചെയ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ. ആമേൻ. ഈ ഇരിക്കുന്ന റോബിൻസിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യും. കാരണം റോബിൻസ് ഫോട്ടോ വെച്ച് പോയി സായിപ്പന്മാരോട് സുവിശേഷം പറയും. ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ് താനും പഠിച്ചത്. ഞാൻ പോയതിന് ശേഷം വന്നല്ലേ, ആ സമയത്ത് ഇംഗ്ലീഷില്ലായിരുന്നു. എന്താണെങ്കിലും സായിപ്പന്മാരോട് സുവിശേഷം പറയും. ആ ഫോട്ടോ വെച്ച് മുഴുവൻ നടന്ന് പറയും. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനൊരു ദിവസം ചോദിച്ചു, തെറ്റുമോ, തെറ്റ് പറ്റുമോ? അപ്പോൾ എന്നോട് പറഞ്ഞു, തെറ്റൊന്നും വിഷയമില്ല, അറിയാവുന്ന പോലെ യേശുവിനെ കുറിച്ച് അങ്ങ് പറയും. ട്രൈ ചെയ്തു, ശ്രമിക്ക്. ആമേൻ. ഞാൻ പറയുന്ന അടുത്ത ദിവസം നമുക്കിവിടെ ഇംഗ്ലീഷ് വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് UK-ന്നും അമേരിക്കന്ന് ആരും വരണ്ട, നിങ്ങൾ എഴുന്നേൽക്കണം. അതിനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം ചെയ്തേ. നല്ലൊരു ഹല്ലേലൂയ പറ. അതിനാരും വരും, പുറത്തുനിന്ന് ആരും വരണ്ട, നിങ്ങൾ എഴുന്നേൽക്കണം. ആമേൻ. ഈ പുള്ളിക്ക് എത്ര ഹൈറ്റ് ഉണ്ട്? 4'2" പൊക്കം. ആർക്ക്? ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഇതിനെ കൂട്ടിപ്പിടിച്ചാൽ ഇത്രയും കൂടി കാണും. ഇത്രേ ഉള്ളൂ. ആ പുള്ളിയുടെ നടപ്പെന്ന് നോക്കിക്കേ നിങ്ങൾ, ഇത്ര പൊക്കമുള്ള. ഈ പുള്ളി ശ്രമിച്ചെന്ന്. ഇനി വല്ലതും നടന്നോ? വല്ലതും നടന്നോ? വായിച്ചെടുത്ത് നിർത്താം. പുരുഷാർത്ഥം കഴിഞ്ഞില്ല എന്നറിയ അവൻ മുമ്പോട്ട് ഓടി. അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയെ വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി. അടുത്തത്, സക്കായിയെ, വേഗം ഇറങ്ങി വാ. ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ നമ്മൾ നിർത്തും. ആഗ്രഹിക്കുന്നവന് വഴിയുണ്ട്. അത്ര പറഞ്ഞാൽ നിർത്തും. 2-3 പേരോട് പറ, ആഗ്രഹിക്കുന്നവന് വഴിയുണ്ട്. ആഗ്രഹമില്ലാത്തവൻ ആയുസ് മുഴുവൻ നിന്നാലും വേണ്ടിയില്ല, വഴിയില്ല. താൻ ആഗ്രഹിച്ചു, തനിക്കൊരു വഴി തെളിഞ്ഞു. അതാണ് കാട്ടത്തി. താൻ ആഗ്രഹിച്ചു, തനിക്കൊരു വഴി ദൈവം കാണിച്ചു കൊടുത്തു. അതാണെന്ത്? കാട്ടത്തി. ആഗ്രഹിക്കുന്നവന് വഴിയുണ്ട്. കുറിച്ചു വെച്ചേക്കണം. ആഗ്രഹിക്കുന്നവന് വഴിയുണ്ട്. ആഗ്രഹമുള്ളവന് വഴിയുണ്ട്. ആഗ്രഹമുള്ളവന് വഴിയുണ്ട്. ആഗ്രഹമുള്ളവന് വഴിയുണ്ട്. പറ, എല്ലാവരും പറ. ആഗ്രഹമുള്ളവൻ എന്തുണ്ട്? വഴിയുണ്ട്. ആഗ്രഹമുണ്ടോ? ദൈവം വഴി തുറക്കും. ആഗ്രഹമുണ്ടോ? ദൈവം മുഖാന്തരം ഒരുക്കും. ആഗ്രഹമുണ്ടോ? ദൈവം വ്യക്തികളെ ഒരുക്കും. ആഗ്രഹമുണ്ടോ? ദൈവം കമ്പനികളെ ഒരുക്കും. ആഗ്രഹമുണ്ടോ? ദൈവം ലോക രാജ്യങ്ങളിലേക്കുള്ള വഴി ദൈവം വെട്ടി തുറക്കും. ആഗ്രഹമുണ്ടോ? നീ പ്രതീക്ഷിക്കാത്തടത്ത് ദൈവം നിന്നെ കൊണ്ടുപോയി പഠിപ്പിക്കോ. ആഗ്രഹമുണ്ടോ? നീ കണ്ടിട്ടില്ലാത്തടത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നെത്തിക്കോ. ആരുടെയൊക്കെ ആത്മാവ് പറയുന്നു, ആഗ്രഹമുണ്ടോ? എവിടെയാണ് നിന്റെ ആഗ്രഹം? ആഗ്രഹമുള്ള നിന്നെ എത്തിക്കേണ്ടിടത്ത് ദൈവം എത്തിക്കും. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുള്ളവന് എന്തുണ്ട്? അത് ഇന്നത്തെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴെല്ലാം, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും കഴിക്കുമ്പോഴും പറയണം, ആഗ്രഹമുള്ളവന് വഴിയുണ്ട്. ആഗ്രഹമുള്ളവന് വഴിയുണ്ട്. ആഗ്രഹമുള്ളവൻ എന്തുണ്ട്? ആഗ്രഹമില്ലാത്തവൻ എന്തില്ല? ഒന്നുമില്ല. ആഗ്രഹമുണ്ടോ? നിനക്ക് വഴിയുണ്ട്. കാനഡയിൽ പോയി പഠിക്കണോ? വഴിയുണ്ട്. ആഗ്രഹമുണ്ടോ? വഴിയുണ്ട്. UK പോയി പഠിക്കണോ? ആഗ്രഹമുണ്ടോ? വഴി ദൈവം തുറക്കും. ആമേൻ, ആമേൻ. ഉന്നതമായ ബൈബിൾ കോളേജിൽ പോയി നിനക്ക് ദൈവവചനം പഠിച്ച് അഭ്യസിച്ച് പുറത്തു വരണമോ? ആഗ്രഹമുണ്ടോ? ദൈവം മുഖാന്തരം ഒരുക്കും. ദൈവം ഒരുക്കും. വിശ്വാസമുള്ള എത്ര പേരുണ്ട്? അവർക്ക് വേണ്ടി 1-2 വാക്യം 3 വാക്യം മാത്രം പറയാം. സങ്കീർത്തനം 12:5 കുറിച്ചു വെച്ചോ. ആഗ്രഹമുള്ളവന് എന്തുണ്ട്? വഴിയുണ്ട്. വായിച്ചേ. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിനകത്ത്. നിങ്ങൾക്കൊരാഗ്രഹമുണ്ടോ? ദൈവം നിന്നെ അതിനകത്താക്കും. നിനക്കൊരു കൊതിയുണ്ടോ? ദൈവം നിന്നെ അവിടെ കൊണ്ടുചെല്ലും. ഒരു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. എല്ലാവരും ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. നിനക്കൊരാഗ്രഹമുണ്ടോ? നീ ആഗ്രഹിക്കുന്നിടത്ത് ദൈവം നിന്നെ എത്തിക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ, അതിനർത്ഥം എന്താണെന്നറിയാമോ? രക്ഷയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നവനെ ദൈവം അതിനകത്താക്കും. എന്താണോ നിന്റെ ആഗ്രഹം, അവിടെ ദൈവം നിന്നെ കൊണ്ടുവന്നെത്തിക്കും. സങ്കീർത്തനം 20:4 പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ഈ ആഗ്രഹം അവൻ നിനക്ക് നൽകും. നിന്റെ താല്പര്യമൊക്കെയും അവൻ നിനക്ക് നിവർത്തിച്ചു തരും. നിന്റെ ആഗ്രഹം സാധിപ്പിക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് പ്രഭാതം ഇതിനകത്തുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവജനമുണ്ട്? അവർ കരമടിച്ചു പറ, എന്റെ നല്ല ആഗ്രഹത്തെ മാനിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. ലൂക്കോസ് സുവിശേഷം 1:53. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 53-ാമത്തെ വാക്യം. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം. വിശക്കുന്നവൻ എന്തുണ്ട്? നന്മ. വിശക്കുന്നവൻ എന്തുണ്ട്? പറ. നന്മയുണ്ട്. വിശപ്പില്ലാത്തവൻ എന്തില്ല? അത് ഈ ആരാധനക്ക് വന്ന് വിശപ്പോടെ ഇരുന്ന് ആരാധിച്ച് പോകുന്നവനെ ഇറങ്ങിപ്പോകുമ്പോൾ അറിയാം
ഒരു വിശപ്പില്ലാതെ വന്നിട്ട് എഴുന്നേറ്റ് പോകുന്നവനെ കണ്ടാൽ അറിയാം. വിശപ്പുള്ളവനെ ദൈവം എങ്ങനെ നടക്കും? അപ്പൊ ആഗ്രഹമുള്ളവന് എന്തുണ്ട്? ആഗ്രഹമുള്ളവൻ എന്തുണ്ട്? വഴിയുണ്ട്. അതിൽ ഒന്നാമത് ഞാൻ പറഞ്ഞു, അവൻ രക്ഷയ്ക്കായി ആഗ്രഹിക്കുന്നവരെ ദൈവം അതിനകത്ത് ആക്കും. ആഗ്രഹമുള്ളവരെ ദൈവം അതിനകത്ത് ആക്കും. എന്താഗ്രഹിക്കുന്നോ അവിടെ ദൈവം ആക്കും. എന്താഗ്രഹിച്ചു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവിടെ ദൈവമാക്കും. 2, ആഗ്രഹം. വിശപ്പുള്ളവനെ ദൈവം എങ്ങനെ നടക്കും? നന്മയാ നടക്കും. മൂന്നാമതൊരു ഒറ്റ വാക്യം കൂടി, യാക്കോബിന്റെ ലേഖനം 4:8. നിങ്ങൾക്ക് കാണാതെ അറിയാവുന്ന വാക്യമാണ്. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോട് എന്ത് ചെയ്യും? ആഗ്രഹമുള്ളവൻ അടുത്തില്ല. ആഗ്രഹമുള്ളവൻ മുന്നോട്ട് കയറി ചെല്ല്. അങ്ങോട്ട് കയറി ചെന്നാൽ ഒരു പടി അവൻ നമ്മളോട് അടുത്ത് വരും. ഒരിക്കലൊരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് ഒരു പടി അടുക്കാമെങ്കിൽ ദൈവം നിങ്ങളോട് 2 പടി അടുത്ത് വരും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി, ഒന്നുകൂടി പറയാം. ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചെന്നിരിക്കട്ടെ, ദൈവം 2 സ്റ്റെപ്പ് വെക്കും. അപ്പം ഞാൻ ആ പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആളോട് ചോദിച്ചു, അത് എവിടത്തെ പ്രമാണമാണ്? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, കർത്താവ് പഠിപ്പിച്ച പ്രമാണം നോക്കിയാൽ മതി. കർത്താവ് പറഞ്ഞ പ്രമാണം കേട്ടോ, നിങ്ങളോട് ആരോടെങ്കിലും ഒരു വഴി ദൂരം നടക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 2 വഴി ദൂരം നടക്കണം. നിങ്ങളോട് ഒരാൾ ഒരു ഉടുപ്പ് ചോദിച്ചാൽ പുതപ്പും കൂടി കൊടുക്കണം. കർത്താവിൻ്റെ പോളിസി അതാ. കർത്താവ് പറഞ്ഞത്, അവൻ നിങ്ങൾ എനിക്ക് വേണ്ടി 1 നാഴിക നടന്നാൽ നിങ്ങൾക്ക് വേണ്ടി 2 നാഴിക നടക്കും. കർത്താവിനോട് നിങ്ങൾ 1 പടി അടുത്ത് എന്നാൽ 2 പടി അവൻ അടുത്ത് വരും. ഒരു സ്വത്രം പറയാൻ പറ്റുമോ? അപ്പൊ ഇന്ന് നിങ്ങൾ ശ്രമിക്ക്, ഇന്ന് നിങ്ങൾ ഒന്ന് ആഗ്രഹിക്ക്, അടുത്തിയല്ല കൃപ ദൈവം നിങ്ങളുടെ മേൽ പകരും. എല്ലാവരും എഴുന്നേറ്റ് തന്നെ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ വെറുതെ പോകരുത്, അഭിഷേകത്തിന്റെ ശക്തിയോടെ നിങ്ങൾ കടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. പേര് ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ. ഒന്ന് പറയാമോ? പേര് ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ. കൃപയാ 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 കൃപയാ. ആ ബൈബിളുകളൊക്കെ എല്ലാം കസേരപ്പുറത്ത് വെച്ചോ. അമ്മേ, 5 മിനിറ്റിനുള്ളിൽ ആരാധിക്കത്തില്ല, പക്ഷെ 5 മിനിറ്റ് കൃപ വ്യാപരിക്കണം. ഈ പാട്ട് ലോഡ്സന പാടിയത് അല്ലേ? ഒന്ന് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ഒന്ന് ആരാധിക്കുക. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 മിനിറ്റ് നമ്മൾ ശ്രമിക്കാൻ പോവുക, കൃപയിലോട്ട് കയറാൻ പോവുക. എല്ലാവരും ഇരിക്കുന്ന ഇടം മറന്ന് തുള്ളിച്ചാടി ആത്മാവിൽ നൃത്തം ചെയ്യുന്നു. പേര് ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ. പേര് ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ. കൃപയാ 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 കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. നീതിമാനായി മാറ്റിയതും ദൈവകൃപയാൽ, നിത്യജീവൻ നൽകിയതും ദൈവകൃപയാൽ. നീതിമാനായി മാറ്റിയതും ദൈവകൃപയാൽ, നിത്യജീവൻ നൽകിയതും ദൈവകൃപയാൽ. കൃപയാ 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 കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. കെട്ടുകളെ അഴിച്ചതും ദൈവകൃപയാൽ, മുറിവുകൾ മാറ്റിയതും ദൈവകൃപയാൽ. കെട്ടുകളെ അഴിച്ചതും ദൈവകൃപയാൽ, മുറിവുകൾ മാറ്റിയതും ദൈവകൃപയാൽ. കൃപയാ കൃപയാ വലിയവനാക്കിയതും ദൈവകൃപയാ. പേര് ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ. കൃപയാ 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 കൃപയാ
ശക്തിപ്പെട്. കൃപ 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 ദൈവ കൃപ 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 ദൈവ കൃപ ദൈവ കൃപ ഓ കൃപ 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 ദൈവ കൃപ ദൈവ കൃപ ഓ കൃപ കൃപ ദൈവ കൃപ ഓ ദൈവ കൃപ ഓ ദൈവ കൃപ 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 ഓ കൃപ കൃപ ഓ ദൈവ കൃപ ഓ ദൈവ കൃപ ഓ കൃപ കൃപ ഓ കൃപ കൃപ ഓ ദൈവ കൃപ ഉറിബ ഭംഗ ഉറിസരംഗ ഉറിബ നാഥേ ഭംഗരവി ഉറിബ ഗംഗ ഓരം ശരീതി ഉരുട ജാഗേ ഓരം ശരീതി ഉരുട നാഥ ഓ ജീസസ് ജീസസ് ഓ പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. Holy. ഞങ്ങളെ നിലനിർത്തിയ അങ്ങയുടെ വലിയ കൃപയ്ക്കായി സഭ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. മുൻപോട്ട് വെക്കുന്ന ഓരോ ചുവടുകൾക്കകത്തും അങ്ങയുടെ കൃപ വെളിപ്പെടുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ സ്വന്തം കഴിവിൽ നിൽക്കുന്നവരല്ല, ഞങ്ങളുടെ ആശ്രയം അങ്ങയുടെ കൃപയാണ്. അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ജീവനോടെ നിൽക്കുന്നത്. തകർന്നു പോകാൻ അനുവദിക്കാതെ, വീണ് പോകുവാൻ അനുവദിക്കാതെ കൃപയിൽ ഞങ്ങൾ നിർത്തിയ സ്നേഹത്തിന്റെ മുമ്പാകെ സഭ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ നന്ദിയോടെ ഞങ്ങൾ തലകളെ വണക്കുന്നപ്പാ. തുടർന്ന് മുൻപോട്ടുള്ള ജീവിതത്തിൽ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് കൂടിയേ തീരൂ. അങ്ങയെ പിരിഞ്ഞൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച മഹത്വകരമായ വചനങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ജീവിതത്തിൽ നന്മയായി വെളിപ്പെടുവാൻ അടികളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിനെ അങ്ങ് ഉപയോഗിച്ചുവല്ലോ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു കർത്താവേ. ഏൽപ്പിക്കുന്ന എല്ലാ ജനത്തെയും ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഞങ്ങൾ സഭയെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകൾക്കും ഉറവിടമായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.